ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. Good evening, sir. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ് യെസ്. ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. എല്ലാവരും ഇങ്ങനെ ഇരുട്ടത്തിരിക്കല്ലേ? നിങ്ങളെയൊക്കെ കാണാൻ, നിങ്ങളെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ മുഖം കാണിക്കാനുള്ള കോൺഫിഡൻസ് ഇതുവരെ നിങ്ങൾക്ക് വന്നില്ലേ? ഏ യെസ് യെസ്. നമ്മളെല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു രസമുള്ളൂ. ഞാനും ഇങ്ങനെ ഇരുട്ടത്തിരുന്ന് വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഞാനും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയോ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഓക്കെ, അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? അടിപൊളി അടിപൊളി അടിപൊളി. യെസ്. എന്ത് മൂഡിലാണ് ഇപ്പോൾ? ഓണം മൂഡിലാണോ അതോ പായസം ഹാപ്പി. മൂഡിലാണോ? എല്ലാ ഹാപ്പി മൂഡില്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാവരും വീണ്ടും ഹാപ്പി ആയിരിക്കട്ടെ. ഇതേ ഹാപ്പിനെസിന്റെ ഒരു വൈബ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാവണം. ഓക്കെ, നമ്മളെല്ലാവരും സക്സസിലേക്ക് എത്താനുള്ള വ്യക്തികളാണ്. എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഓരോ ദിവസവും പുതിയ ടാസ്കുകളൊക്കെ പറയാറുണ്ട്. ഒരുപാട് പേര് ഓരോ ദിവസവും ആ ടാസ്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. കാരണം നമ്മിൽ തന്നെ മാറ്റം വരുത്താനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് മാറ്റം നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം, മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്. അതിന് തയ്യാറല്ലെങ്കിൽ നമ്മളിലേക്ക് എങ്ങനെ മാറ്റം വരും? നമ്മളൊന്ന് റെഡി ആവണ്ടേ? അതിന് നമ്മൾ കൊച്ചു കൊച്ചു ആക്ഷൻ പ്ലാനുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് ആ ഒരു നടപടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതെ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കില്ല. എന്നിട്ട് പലരും വന്ന് പരാതി പറയും, സാറേ എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ഞാൻ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ വന്ന് അതിലേക്ക് കൊച്ചു കൊച്ചു സ്റ്റെപ്പ് എടുക്കുക. ഈ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങും. നിങ്ങളൊന്ന് ചെയ്തു നോക്കി. ഓരോ കാര്യങ്ങൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന ടാസ്കുകളിലേക്ക് ഓരോ ദിവസം നിങ്ങളിലേക്ക്. യെസ്, ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോ മാറ്റം വരുത്താനായിട്ട് തയ്യാറായി നോക്കി. നിങ്ങളിലേക്ക് ബ്രെയിൻ ശക്തമായിട്ട് നിങ്ങളൊപ്പം നിൽക്കും. നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ ഒന്നുകൊണ്ട് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്താണ് വേണ്ടതിനെ പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അത് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്ന കാര്യം. ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്തോ പണമൊന്നും വരില്ല. പലർക്കും ഇപ്പോഴും ആ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ എഴുതി ഉണ്ടാക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ നീഡ്, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കുറിച്ച് വ്യക്തമായിട്ടൊന്ന് എഴുതി തന്നെ വെക്കുക. എഴുതി വെച്ചിട്ട് അതിനെ പല പീസാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങേണ്ട ചെറിയ കാര്യം ചെയ്തു തുടങ്ങുക. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഉദാഹരണം അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പലർക്കും വിചാരിക്കും, ഞാൻ എന്നും കേൾക്കുന്നതാണല്ലോ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ക്ലാസ്സുകൾ ഡെയിലി കേൾക്കുന്നതാണല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണല്ലോ, ഇത് എല്ലാ ദിവസവും കേൾക്കുന്നതാണല്ലോ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ജീവിതത്തില് ഭക്ഷണം ഏറ്റവും മടുക്കാത്തൊരു ഭക്ഷണം ഏതാണ് മലയാളി ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന മടുക്കാത്തൊരു ഭക്ഷണം പറയാമോ ആർക്കെങ്കിലും? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ചോറ്. യെസ്. അതിന് നിങ്ങൾക്ക് വല്ല മടുപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എല്ലാ ദിവസവും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, മലയാളി പ്രത്യേകിച്ചും. അതിന് 3 നേരം കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ചിന്തിക്കും, ഞാനിന്ന് 3 നേരം ചോറ് കഴിച്ചില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ മടുപ്പില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ദിവസവും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ന്യൂറോ സിസ്റ്റത്തില്, നെർവസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അത് പതിയുകയും അതിലേക്ക് മാറ്റം വരികയും ചെയ്യുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്, നമുക്കറിയാം. അപ്പോ ഈ ഭാഷ, മലയാളമായിട്ടുള്ള ഈ മാതൃഭാഷ
നമ്മൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഷയ്ക്ക് വ്യത്യാസമില്ലേ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന സ്ലാങ് ആണോ കാസർഗോഡ് വരുമ്പോ, അല്ലെങ്കിൽ കണ്ണൂർ വരുമ്പോ, അല്ലെങ്കിൽ എറണാകുളം വരുമ്പോ? ശരിയാണോ? ശരിയാണോ? മാറ്റമില്ലേ? മാറ്റമുണ്ട്. എങ്ങനെയാ മാറ്റം വന്നത്? എങ്ങനെയാ? എല്ലാവരും മലയാളം തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടത്? നിരന്തരമായി ഉപയോഗിക്കുന്നത്. യെസ്, നിരന്തരമായിട്ട് നിങ്ങൾ ആ സ്ലാങ്ങിൽ തന്നെ നിരന്തരം അത് തന്നെ കേൾക്കുകയും 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 അത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനിൽ. അപ്പൊ എന്ത് സംഭവിക്കുക? നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്, ഈസി ആൻഡ് എഫർട്ട്ലെസ് ആണ് എന്ത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ. പക്ഷെ ആ ഒരു അവയർനെസ്സിലേക്ക്, ആ ഒരു അവബോധത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാത്തത്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഒരു താങ്ക് യു ടെക്നിക്ക് പറഞ്ഞുതരാം. താങ്ക് യു ടെക്നിക്ക്. അപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. ഇതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടുക്കാതെ നിരന്തരം പരിശീലിക്കണം. നമ്മിലേക്ക് ഈ പ്രാക്ടീസ് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താ? അതൊരു നിരന്തര പ്രോസസ്സാണ്. ഇതിനാണ് എല്ലാവരും തയ്യാറാവാത്തത്. ഇടയ്ക്ക് വെച്ച് സ്കിപ്പായി പോകുന്നു, ലെഫ്റ്റ് ആയി പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളിലേക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത, എന്നാൽ അധികം ദൂരമല്ലാത്ത രീതിയിലുള്ള ആ ഒരു സാധ്യത നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി കളയണം. അപ്പൊ നിങ്ങളിലേക്ക് അബണ്ടൻസ് അല്ലെങ്കിൽ സമ്പത്ത് വരാനായിട്ടുള്ള ഒരുപാട് വഴികൾ തെളിഞ്ഞു വരുന്നതിന് മുൻപേ നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്കുള്ള ഒരു പ്രശ്നം. നമ്മൾ ഭയങ്കര മടിയാണ് കാണിക്കുന്നത്, ലേസിനെസ് ആണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഈ ലേസിനെസ് മാറ്റി നിങ്ങൾ നിരന്തരം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഭാഷയിൽ പല സ്ഥലത്തും, നമ്മുടെ സംസ്ഥാനത്തെ പല സ്ഥലത്തുമുള്ള ഭാഷയിലുള്ള സ്ലാങ് നിരന്തരം കേട്ട് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു തന്നെ എങ്ങനെയാണത് പരിശീലിച്ചതെന്ന്. നിങ്ങൾ ബോധപൂർവം അങ്ങനെ സംസാരിച്ചാണോ? അല്ല, യാന്ത്രികമായിട്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. ശരിയല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇനി ആ ഭാഷ നമ്മൾ എങ്ങനെ പഠിച്ചത്? കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നതിന് മുൻപേ നമ്മൾ കേട്ടല്ലേ പഠിച്ചു തുടങ്ങിയത്? നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഭാഷ, ആശയവിനിമയത്തിലുള്ള ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത്? കേട്ട് തന്നെയല്ലേ പഠിക്കുന്നത്? ഡെയിലി കേട്ടല്ലേ ഒരു കുഞ്ഞ് അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നത്? ഒരു ദിവസം കൊണ്ടാണോ അത്? അപ്പോ ഞാൻ നിങ്ങളെ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്ന് നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ താങ്ക് യു ടെക്നിക്ക് ചെയ്യുക. താങ്ക് യു ടെക്നിക്ക് എന്താന്ന് വെച്ചാല്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും എല്ലാ ദിവസവും എഴുതുന്നുണ്ടോ? ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും എഴുതുന്നുണ്ടോ? ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നുണ്ടോ? എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? എത്ര പേര് എഴുതുന്നുണ്ട്? എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചാറ്റ് ബോക്സ് ഇതിന്റെ താഴെയുണ്ട്. നമ്മൾ ഒന്ന് ടച്ച് ചെയ്തപ്പോ താഴെ ചാറ്റ് എന്ന് തെളിഞ്ഞു വരും. ആ ചാറ്റിലൊന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ. യെസ് എന്നിട്ടാ മതി നിങ്ങൾ ഓരോരുത്തരും യെസ്. അപ്പൊ എനിക്ക് അറിയാം എത്ര പേരുണ്ട്. ഓരോ വ്യക്തികളും ചെയ്യുന്നവർ യെസ് എന്നിട്ടാ മതി. ഓക്കെ, ബിന്ദു യെസ്, ഷീജ ഓക്കെ, ബീന മിരാസ് ഓക്കെ, ഐ എം റൈറ്റിംഗ് ഓക്കെ, ഓക്കെ, ഫൈൻ ഫൈൻ, ഓക്കെ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയും പേരെ ചെയ്യുന്നുള്ളോ? ഓക്കെ, യെസ് യെസ്. അപ്പൊ എല്ലാവരും നിങ്ങൾ ചെയ്യണം. റിസൾട്ട് ആഗ്രഹിക്കുന്ന ജാൻസി യെസ്, ഓക്കെ, വെരി. അപ്പോ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം.
അപ്പൊ ഞാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രീ വെബിനാറുകളിലൊക്കെ നിങ്ങളെ കണക്ട് ചെയ്ത് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഈ കണക്ഷനിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ട. നിങ്ങളിൽ ഉള്ളിലുള്ള ഒരു ചൂട് തണുത്തു പോകരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ചൂട് തണുത്തു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നിങ്ങളുടെ ചുറ്റും എന്ത് വേണം? എന്തെങ്കിലും വേണോ? എന്ത് വേണം എന്ന് പറഞ്ഞേ. നമ്മളുടെ ചുറ്റും ഒരാൾ തീ കത്തിക്കണം. ആ, തീ കത്തിക്കണം, അഥവാ ചൂട് വേണം. എനർജി വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റും ചൂടില്ലെങ്കിൽ നമ്മളിലുള്ള ചൂട് തണുത്തു പോകും. തണുത്തു പോയി കഴിയുമ്പോ എല്ലാവരും പഴയതിന്റെ പിന്നത്തെ അവസ്ഥയിലാവും. സാറേ പറ്റിപ്പോയി, വല്ലാത്ത പ്രശ്നത്തിലാണ് സാറേ, അടുത്ത മെസ്സേജ് എനിക്ക് വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ ചൂടിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാനപ്പോ എന്താ ചെയ്യണത്? അപ്പോ എന്ത് ചെയ്യണമായിരിക്കും? ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ചൂട് തണുത്തു പോകാതിരിക്കാൻ ഞാൻ തന്നെ എന്ത് ചെയ്യണം? ചുറ്റുപാടും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളോടൊപ്പം തന്നെയാണ്. അപ്പോ നിങ്ങളോടൊപ്പം തന്നെ ഞാനും അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആരെയെന്ന് പോയി സാറേന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് നിങ്ങളോട് എന്നും കണക്റ്റഡ് ആയിട്ടിരുന്ന് ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് മടുക്കരുത്. പിന്നെ ഈ മാറ്റം വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു തരാം. പലപ്പോഴും പറയാനുള്ള കാര്യമാണ്. ആദ്യമായിട്ട് ഇന്ന് വന്നിട്ടുള്ളവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കൂടി പറയുകയാണ്. നമ്മുടെ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു മുറിവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മുറിവ് അല്പം മരുന്നോ ഓയിൻമെന്റോ നിയോസ്പോറിൻ പോലുള്ള പൗഡറോ ബെറ്റാഡിനോ ഒക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ മുറിവ്, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് ആ മുറിവ് പതുക്കെ ഹീൽ ചെയ്യും. കുറച്ചും കൂടി ആഴത്തിലുള്ള മുറിവാണെങ്കിലോ, നമ്മൾ പുറത്തെന്തെങ്കിലും പുരട്ടിയാൽ ഉണങ്ങോ? ഇല്ല, കുറച്ചൊരു സമയം എടുക്കും. അതിന് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ശരിയാണോ? അപ്പോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആദ്യത്തെ മുറിവില് ഒരു മരുന്ന് പുരട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന വേദനയോ നീറ്റലോ ആയിരിക്കുമോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ? അല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നും. അപ്പോ അതുപോലെ നമ്മിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകളുടെ കാഠിന്യവും അളവും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹീല് ചെയ്യപ്പെടണം. നമ്മുടെ എനർജി ബ്ലോക്കുകളെ ഹീല് ചെയ്യപ്പെടണം. അതിന് നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തയ്യാറായല്ലേ? അതിന് ആദ്യം എന്ത് വേണം? ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ആഗ്രഹം വേണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കതില്ലെങ്കിലോ? നിങ്ങൾ ആഗ്രഹിക്കാതെ ആ പടുകുഴിയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ. എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമായിരിക്കും, ആരെങ്കിലും വന്ന് രക്ഷിക്കുമായിരിക്കും. ആര് വന്ന് രക്ഷിക്കും? ആരെങ്കിലും രക്ഷിക്കോ? ഇല്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം ആഗ്രഹിക്കണം. വേണ്ടേ? ആ ആഗ്രഹം ജനിക്കുന്നിടത്ത് നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ ഹീല് ചെയ്യപ്പെടാനുള്ള വഴികളിൽ ആ ഒരു ജേണിയിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളെ ഒരുക്കാൻ നിങ്ങളെ തന്നെ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ഏറ്റവും കുഞ്ഞു സ്റ്റെപ്പുകളാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പതുക്കെ പിച്ച വെപ്പിച്ച് തുടങ്ങുന്നു. പലരും ഇപ്പോഴും ആ കംഫർട്ട് സോണിൽ നിന്ന്, ആ ഒരു മുട്ടത്തോടിൽ നിന്ന് പൊട്ടി പുറത്തു വരാൻ ആഗ്രഹിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ കൂടുതൽ വഷളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ വഴിയുണ്ട്, എല്ലാവർക്കും. അത് കഷ്ടപ്പാടൊന്നുമില്ല, അതിന് കഷ്ടപ്പാടൊന്നുമില്ല. ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാം. സമ്പത്തിനെയും പണത്തെയും ഐശ്വര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 100% ഞാൻ ഗ്യാരണ്ടി എന്നും ഞാൻ പറയാറുണ്ട്. അതിപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ താങ്ക് യു ടെക്നിക്ക് എന്താന്ന് വെച്ചാല്, നമ്മൾ ദിവസത്തിൽ എന്ത് ചെയ്ത് തുടങ്ങുമ്പോഴും, നമ്മുടെ ഒരു വരുമാനമുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഒരു 3 തവണ എന്ത് ചെയ്യുക? താങ്ക് യു പറയാ. എന്തിനൊക്കെ താങ്ക് യു പറയണം? പ്രധാനമായിട്ട് പറയേണ്ട താങ്ക് യു എന്തിനാ വെച്ചാൽ, നിങ്ങൾക്ക് പണമല്ലേ എല്ലാവർക്കും ആവശ്യം? സമ്പത്ത് തന്നെയാണ്. സമ്പത്ത് തന്നെയാണ് എനർജി. സമ്പത്ത് ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ സമ്മതിച്ചോ? അത് നിങ്ങൾക്ക് സമ്പത്ത് കൂടുതലായി പ്രശ്നമാണ് അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പോഴും?
സാറേ അത്രയും സമ്പത്തൊന്നും വേണ്ട. സമ്പത്ത് സാർ ഇങ്ങനെ പറയും തോറും എനിക്ക് പേടി വർദ്ധിക്കുകയാണ്. അത്രയും പൈസ ഒന്നും വേണ്ട സാറേ. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ നിങ്ങൾ ആദ്യം പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങൾ നോട്ട് ചെയ്തോളണം. എൻ്റെ ജീവിതത്തിലുടനീളം ഈ നിമിഷം വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനും നന്ദി. ഇത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ നോട്ട് ചെയ്തു. നിങ്ങളുടെ നിലവിലുള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുക. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. എന്താണത്? എൻ്റെ ജീവിതത്തിലുടനീളം ഈ നിമിഷം വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനും, അല്ലെങ്കിൽ ഓരോ രൂപയ്ക്കും, എന്നിലേക്ക് വന്നിട്ടുള്ള ഓരോ രൂപയ്ക്കും നന്ദി എന്ന് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ചിട്ടുള്ള, ഈ നിമിഷം വരെ ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനും നന്ദി. ഇത് നിങ്ങൾ ഡെയിലി ആവർത്തിക്കുക. പറ്റുമെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങളൊന്ന് ആവർത്തിക്കുക, മറക്കാതെ. പ്രധാനമായിട്ടും നിങ്ങൾ രാവിലെ നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആണെങ്കിലും, ജോലിക്ക് പുറത്തു പോകുന്നവരാണെങ്കിൽ പുറത്തു പോകുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ മറ്റേതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇത് ഒരു പ്രെയർ പോലെ ഡെയിലി ആവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പണം നിങ്ങളിലേക്ക് വരും. ഇത് നിങ്ങളിൽ തന്നെയാണെന്നേ ഉള്ളത്, നിങ്ങളുടെ പുറത്തല്ല, നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങളിലേക്ക് എനർജി ആയിട്ട് അട്രാക്ട് ചെയ്ത് വരാനുള്ള നിങ്ങളുടെ തടസ്സം മാറ്റിയാൽ മാത്രം മതി. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാവുക. എവിടെ ചെന്നാലും എല്ലാ മതഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്തുള്ളത്? ഈശ്വരനുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവിക ചൈതന്യമുള്ളത്. അതിലേക്ക് നിങ്ങൾ നോക്കുക. ഇപ്പൊ ശബരിമലയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. ശബരിമലയിൽ 18 പടി കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാമോ പോയിട്ടുള്ളവര്? തത്വമസി. തത്വമസി. എന്താ അതിന്റെ അർത്ഥം? അത് ഞാൻ തന്നെ, അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ്. അതെ, അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നീ തന്നെയാണ്. അത് തന്നെ. യെസ്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പ്രകാശം ഇരിക്കുന്ന, ദൈവിക ചൈതന്യം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് തന്നെയാണ് മറ്റു ഉപനിഷത്തുകളിലൊക്കെ പറയുന്നത്. അത് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാൻ ദൈവത്തിന്റെ ഭാഗം തന്നെ, നീയും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെ പോകണം ദൈവത്തെ കാണാനായിട്ട്? നമ്മളിലേക്ക് അങ്ങനെ ആരെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല. ഇല്ല. നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണല്ലേ. ഈ അമ്പലത്തില്, ഈ പള്ളിയില്, ഇതൊന്നും പോരാഞ്ഞിട്ട് അടുത്ത ദൂരസ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ച് നടക്കുക. ദൈവം നമ്മളെ നോക്കി ഇങ്ങനെ വിലപിക്കുകയാണ് ചെയ്യുന്നത്. അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ ഇങ്ങനെ വിഷമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോക്കുമലയിൽ ഇരുന്നുകൊണ്ട് ചോക്ക് അന്വേഷിക്കുന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെ ആകർഷണ നിയമത്തിലും പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അൺലിമിറ്റഡ് പവർ സോഴ്സ്. അതിന് നിങ്ങളൊന്ന് ആശ്രയിക്കാൻ തയ്യാറായി. ഇനി നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങളെ ഒരുക്കാനായിട്ടൊന്ന് തയ്യാറായി. നിങ്ങളുടെ എല്ലാ എനർജിയും ഒന്ന് ഹീല് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ഒരുങ്ങാൻ നിങ്ങളൊന്ന് തയ്യാറായി. നിങ്ങൾ 100% അത്ഭുതം സംഭവിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. നിങ്ങളിലേക്ക് സമ്പത്തും എല്ലാം വരുന്നേ. സാറിന്റെ പെയ്ഡ് ക്ലാസ്സിൽ ഒന്നും ഞാൻ വന്നിട്ടില്ല, സംഗീത. ഓക്കെ. അപ്പോ നിങ്ങള് വരൂ, നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. പഴയ ക്ലാസ്സിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. മാത്രമല്ല 30 ദിവസത്തെ വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വളരെ ഡീപ്പ് ലെവലിൽ നിങ്ങളെ ഒരുക്കി നിങ്ങളെ ഹീൽ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പലരും നിലവിൽ എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്.
മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ഒരുക്കപ്പെടുന്ന ഈ യാത്രയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ അതിനുള്ള പൈസ, പലരും പറയാറുണ്ട് പൈസ ഇല്ല സാറേ, പൈസ. നിങ്ങൾ ഇല്ലായ്മയുടെ കഥ പറയുമ്പോൾ നിങ്ങൾ ഇല്ലായ്മയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അതിനൊന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് അതിന് വേണ്ടുന്ന പണം താനെ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ രൂപ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് ഹീൽ ചെയ്ത് ഒരുക്കി നിങ്ങൾ സമ്പന്നതയുടെ പുതിയ പുതിയ വാതിൽ തുറന്നു കിട്ടാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. മനസ്സിലാവും? ഇതൊരു യാത്രയാണ്. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 മാസത്തേക്കോ ഉള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ വെബിനാറുകളിലൂടെയൊക്കെ നിങ്ങളെ എപ്പോഴും കണക്ട് ചെയ്യാനും നിങ്ങളെ കാണാനും വേണ്ടി വരും. കാരണം ഇത് ലൈഫ് ലോങ് ഉള്ള ഒരു ജേണിയാണ്. ഒരു ദിവസത്തേക്ക് എന്തോ നേടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമല്ല നമ്മുടെ ക്ലാസ്സുകൾ ഒന്നും തന്നെ. അതുകൊണ്ടാണ് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലെ ചൂട് തണുത്ത് പോകാതിരിക്കുകയുള്ളൂ. നിങ്ങൾ ഒരുക്കപ്പെടണം. നിങ്ങൾക്ക് ഇനിയും ആ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഹീല് ചെയ്യപ്പെടാത്ത ഒരുപാട് എനർജി ബ്ലോക്കുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കാത്തത്. ഹീൽ ചെയ്യാത്ത എനർജി ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മളൊരു മുറിയിൽ വളരെ ചീഞ്ഞ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മുറിയിൽ പെർഫ്യൂം അടിച്ചതിന് തുല്യമാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ. അപ്പോൾ ചീഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തിന് മുകളിൽ നമ്മൾ അല്പം പെർഫ്യൂം അടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ ഹീൽ ചെയ്യപ്പെടാത്ത എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യപ്പെടണം. നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെങ്കിലും ചക്ര ബ്ലോക്കുകളുടെ ഹീലിംഗ് ആണെങ്കിലും അതുപോലെ മറ്റ് ഏതെങ്കിലും തലത്തിലുള്ള എനർജി ബ്ലോക്കുകൾ നിങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യപ്പെടണം. ഹീൽ ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ പരിപൂർണമായിട്ടും സക്സസിലേക്ക് വരുന്നത്. ഈ ക്ലാസ് റൂമിലിരിക്കുന്ന പലർക്കും ഇതേ അനുഭവങ്ങളുണ്ട്. സാറേ ഇപ്പോഴും പറയും, സാറേ എനിക്ക് അറിയില്ല, എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ല, പൈസ വന്നു ചേരുന്ന വഴികള് എനിക്ക് പോലും അറിയില്ല എന്ന്. അതിന്റെ കാരണം ഇതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകമുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങളിത് എവിടെ നിന്ന് ഈ പണം വരും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് യൂണിവേഴ്സിന്റെ പാർട്ടാണ്. യൂണിവേഴ്സ് തരുന്നത് എങ്ങനെയാണ്? പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരാൻ വേണ്ട ക്രമീകരണങ്ങൾ യൂണിവേഴ്സ് ചെയ്യും. മനസ്സിലായോ? നിങ്ങളിത് എവിടുന്നാണ് വരുന്നതെന്ന് ചിന്തിക്കേണ്ട. അത് വരുന്ന വഴി യൂണിവേഴ്സ് ക്രമീകരിച്ചിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എനർജി ബ്ലോക്കുകൾ മാറി ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഈ സമ്പത്ത് വരുന്നത്. അല്ലാണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്ങനെ സമ്പാദിച്ചിട്ടല്ല നിങ്ങളിലേക്ക് പണം വരേണ്ടത്. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ടെക്നിക്ക് കൂടി ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്താണ്? താങ്ക് യു ടെക്നിക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ടെക്നിക്ക്. അപ്പൊ നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരികയുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞ താങ്ക് യു ടെക്നിക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ എന്തിലേക്കാണ്? പണത്തിന് നന്ദി പറയാനാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ നിമിഷം വരെ ലഭിച്ചിട്ടുള്ള എല്ലാ പണത്തിനും, നിങ്ങൾ ആ പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളും വസ്തുക്കളൊക്കെ നിങ്ങൾക്കുണ്ട്, അതെല്ലാം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളിൽ പണം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ പണത്തിന് നിങ്ങൾ നന്ദി പറയും. കാരണം പണം, ഒരു മണി എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതൊരു എനർജിയാണ്. കറൻസി എന്ന് പറഞ്ഞൊരു കടലാസ് കഷ്ണം മാത്രമല്ല, അതൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിലെ എനർജി ഹീല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പണത്തിന്റെ എനർജിയായിട്ട് ഒരേ വേവ് ലെങ്ത്തിൽ ഒരേ ഫ്രീക്വൻസിയിലേക്ക് ആയി കഴിഞ്ഞാൽ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് പണം നിങ്ങളിലേക്ക് നിർബാധം ഒഴുകി വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കടബാധകൾ 1 കോടിയോ 2 കോടിയോ 5 കോടിയോ എത്ര ആയിക്കോട്ടെ. നമ്മുടെ ക്ലാസ്സിൽ 8 കോടിയൊക്കെ കടബാധയുള്ള ഇവരൊക്കെ വന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ആ പണം അടയ്ക്കേണ്ട സമയത്ത് എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. ചിലപ്പോൾ പല വ്യക്തികളാണ് സഹായമായിട്ട് അവരിലേക്ക് വരുന്നത്. കാരണം അവരെ ക്രമീകരിക്കുന്നത് യൂണിവേഴ്സാണ്, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇനി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ആ എനർജി ബ്ലോക്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഇനിയും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സിലേക്ക് വരൂ. ഞാൻ ഒരുക്കി തരാം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 1 മാസത്തെ മെഡിറ്റേഷനും കൂടി ഉണ്ട്. ആ മെഡിറ്റേഷനിലും കൂടി നിങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ
രാവിലെ 4:30 മണി മുതൽ 5:30 മണി വരെ, 5:30 മുതൽ 6:30 വരെ, 6:30 മുതൽ 7:30 വരെ, ഇങ്ങനെ 3 ടൈം സ്ലോട്ടുകളായിട്ടാണ് നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ് ഉള്ളത്. അത് ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അതുകൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഉൾക്കൊള്ളുന്ന ഒരു ബണ്ടിലാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുന്നത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന വൈകിട്ട് 8 മണിക്ക് ആരംഭിക്കുന്ന കോഴ്സ്. ഇനി ഇത് കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മാത്രമായിട്ട്, മെഡിറ്റേഷൻ നിലവിൽ നേരത്തെ സിൽവർ മെമ്പർഷിപ്പ് കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ വരാം. ഓക്കെ, അതിന് നിങ്ങൾ 6500 രൂപയാണ്. അതിൽ നിങ്ങൾ 3500 രൂപ അടച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് അടച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. കാരണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡീപ്പർ ലെവൽ, നിങ്ങൾ കരുതുന്ന പോലെയല്ല, ഡീപ്പർ ലെവൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് ഓരോ ദിവസവും തുടങ്ങുന്നത് നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ടായിരിക്കും. നിങ്ങൾ ഏറ്റവും വളരെ എനർജി നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കാണുന്നതെല്ലാം തന്നെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത്രയേറെ സൗന്ദര്യമുള്ളതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളിൽ വലിയ ദേഷ്യം പ്രകൃതമുള്ള ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകൾ, അതെല്ലാം ഹീൽ ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മൈൻഡ് വളരെ പവർഫുൾ ആയിട്ട് മാറാൻ തുടങ്ങും. ഇങ്ങനെ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ മെഡിറ്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇത് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കാൻ തുടങ്ങും. ഇതിനെല്ലാം ഞാൻ ഗ്യാരണ്ടിയാണ് തരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ദിവസത്തേക്കുള്ള പ്രോഗ്രാം അല്ല ഇതൊന്നും, നിങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഈ ജേണി എന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, ഞാനതിന് ആൻസർ ചെയ്യും. നിങ്ങൾക്ക് എവിടെയാണ്, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തി അതിന് പരിഹരിച്ചു തരാൻ പരിഹാരവുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഒരു മെന്ററായിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ ആവശ്യക്കാർക്കാണ് എന്ത് കിട്ടുന്നത്, ഇതെല്ലാം കിട്ടുള്ളൂ. എനിക്കൊന്നും ആവശ്യമില്ലേ എന്ന് സൈലന്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം ഉറങ്ങിയിരിക്കുള്ളൂ സർ എന്ന് പറയുന്നവർക്ക് എന്നും ഉറങ്ങിയിരിക്കാം. ഓക്കെ, അതല്ല എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്, ഇതെല്ലാം എനിക്ക് വിജയിക്കണം, വിജയിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാവും. അതിന് ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്താനായിട്ട് ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ അതിന്റെ വ്യത്യാസം വരുള്ളൂ. നിങ്ങൾ ഇന്ന് കാണുന്ന, നിങ്ങളെല്ലാവരും നടക്കാൻ പഠിച്ച 1 ദിവസം കൊണ്ടല്ല, റിപ്പീറ്റ് ചെയ്തിട്ടാണ്, അല്ലെ? നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് നടന്നിട്ടല്ലേ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ, ഈ വേഗതയിൽ നടക്കാനും ഈ വേഗതയിൽ ഓടാനൊക്കെ കഴിയുന്നത്. ശരിയാണോ അല്ലേ? യെസ് ഓർ നോ? ശരിയല്ലേ? ആരും മിണ്ടുന്നില്ല. ഇനി സംശയമുണ്ടോ? അങ്ങനെ തന്നെയാണോ ഞങ്ങൾ വന്നത്? ശരിയാണോ? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ ഒരു സംശയം പോലെ, എനിക്കൊരു സംശയമായി ഇപ്പൊ നിങ്ങളെ കുറിച്ച്, കൺഫ്യൂഷൻ ആയ പോലെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെ തന്നെ അല്ലേ എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിരന്തരം, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ബോറടിക്കുന്ന പോലെ തോന്നും, ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണല്ലോ ഇന്നലെ പ്രാക്ടീസ്, ഇത് തന്നെ നാളെ. നിങ്ങൾ ഇതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ബ്രെയിനിൽ മാറ്റം ഉണ്ടാവുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. അത് നോ ഡൗട്ട്. ഈ ലോകത്ത് വിജയിച്ച് സമ്പന്നരായിട്ടുള്ള എല്ലാവരും ചരിത്രം ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ അവരൊരു ദിവസം കൊണ്ട് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ല. നിങ്ങളെക്കാളും സാധാരണക്കാർ, ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നിങ്ങളെക്കാളും സാധാരണക്കാരായിരുന്ന ആൾക്കാർ വരെ, നിങ്ങളെക്കാളും വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആളുകൾ, സ്കൂൾ കാണാത്തവരുണ്ട്, ഇവരൊക്കെ ഹൈ സക്സസിൽ സമ്പന്നരായി തീർന്നത് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ടാണ്. അല്ലാതെ പാറ പൊട്ടിക്കുന്നതല്ല, കഠിനാധ്വാനം ചെയ്തും വിലപിച്ചും വിഷമിച്ചിട്ടും അല്ല. ഇതാണ് എൻ്റെ അന്തസത്ത, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി ലോ ആയി പോകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ സന്തോഷിക്കാൻ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഓരോ നിമിഷവും ആഘോഷിക്കുക, സന്തോഷിക്കുക. ഓണം ആഘോഷിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും ഓണമായിരിക്കണം. നിങ്ങൾക്ക് ഓണമായിരിക്കണം. നിങ്ങൾ ഓണായിരിക്കുകയും വേണമെന്ന്, ഓഫായി പോകരുത്, ഓണായിരിക്കുകയും വേണം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
അപ്പൊ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും മറ്റേ വെള്ളത്തിൽ വീണ കോഴിയുടെ പോലെ ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, എന്നാലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുള്ളൂ. അല്ലെങ്കിൽ അബണ്ടൻസിന്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി താഴെയാണ്. നിന്റെ എനർജിയും എന്റെ എനർജിയും തമ്മിൽ മാച്ച് ആവില്ല. അതുകൊണ്ട് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകും? അബണ്ടൻസിന്റെ, പണത്തിന്റെ, മണിയുടെ എനർജി നിങ്ങളിൽ നിന്നാണ് വിട്ടുപോകും. അതുകൊണ്ട് ആ എനർജിക്ക് ഒപ്പം നിൽക്കണമെന്ന് നിങ്ങൾ ഹാപ്പിനെസ്സിൽ ഇരിക്കുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട്, താങ്ങാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നവും ഈ ലോകത്തില്ല, ഇനി വരാനുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ പതറിപ്പോകാതെ, നിങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മളൊരു മനോഹരമായ ഇടമൊരുക്കിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഡേ ടൈമിലൊക്കെ ക്ലാസ്സാണ്. അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഇനി വരുന്ന തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പല ആളുകൾക്കും പല ടൈമിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലരും പറയാൻ, സാർ ആ ടൈമിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. നിങ്ങൾക്ക് ഏത് ടൈമിന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. പകൽ സമയത്തോ ഇന്ത്യൻ ടൈം നിങ്ങൾ രാവിലെ 7:30 മണിക്കോ 8:30 മണിക്കോ 9 മണിക്കോ ഡേ ടൈമിൽ ഏത് ടൈമിൽ കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ നോർമൽ ടൈം 8 മണിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാം? നിങ്ങൾ എല്ലാവരും ഹൈ സക്സസിലേക്ക് വരണം. നിങ്ങൾ ഓരോ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഞാൻ എടുക്കാൻ പറയുമ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഓരോ ദിവസം എണ്ണം കൂടിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് നയിക്കാൻ എനിക്കും വലിയൊരു ഹരമാണ് നിങ്ങൾ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ. നിങ്ങൾ കൂടെ നിൽക്കാതെ ഇങ്ങനെ അകത്തകത്ത് പോകുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷമം. കാരണം ആ വിഷമം എനിക്കുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ വിജയം നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം വിജയിക്കാൻ റെഡി ആയിട്ടുള്ളവര് ഒന്ന് മീ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ME, ഞാനുണ്ടെന്നുള്ള അർത്ഥത്തിൽ മീ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ എത്ര പേര് ഈ ക്ലാസ് റൂമിലുണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് ചാറ്റ് ചെയ്തേ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഷീജ, മരിയാസ്, ഇവരൊക്കെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ് വരെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ പെട്ടെന്ന് ഒന്നാമതായി ടൈപ്പ് ചെയ്ത്. യെസ് യെസ്, മീന, സംഗീത, യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മീന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. യെസ് യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. നിങ്ങൾ എല്ലാവരും വിജയിച്ചേ പറ്റൂ. അത് ഞാൻ പറയുന്നത് മാത്രമല്ല. സുശീല, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങളും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. എന്തെന്ന്? എനിക്ക് വിജയിച്ചേ പറ്റൂന്ന്. അങ്ങനെ നിങ്ങൾ ഈ ഉറച്ച തീരുമാനത്തിലേക്ക് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് വിജയിക്കാതിരിക്കാൻ പറ്റില്ല. വിജയിക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വിജയിക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയിച്ചിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷക്കീല മാം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഈ ഒരു എനർജിയിൽ, ഈ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾ 24/7 ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ക്ലാസ്സുകൾ ഒരുപാട് ഞാൻ തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങളെ ഒരുക്കാൻ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയും, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ വരൂ, നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് വരൂ. ഇതിലിരിക്കുന്ന ഒരുപാട് പേര് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ വന്നു, അതിനുശേഷം അതിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് വന്നു, ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് വന്നു. അതില് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തി, ചക്ര ബ്ലോക്കുകളൊക്കെ ഹീൽ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിനുശേഷം അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ കോഴ്സിലേക്ക് വന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാവരും ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കേറിയല്ല, ഓടിക്കേറിക്കൊണ്ടിരിക്കും. അതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അവരങ്ങനെ ഓടിക്കേറുന്ന കാണുന്നു. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഓരോരുത്തരുടെ പേര് പറഞ്ഞപ്പോൾ സമയം പോകും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ വേണം. ആരും വിജയിക്കാതെ ഇതിനകത്ത് വിട്ടു പോകരുത്. നിങ്ങളുടെ എന്ത് സാമ്പത്തികമായിട്ടുള്ള ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാം, 100% മാറ്റിയെടുക്കാം. നിങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എത്ര വലിയ സംഖ്യയാണെങ്കിലും നിസ്സാര മാസങ്ങൾക്കുള്ളിൽ നമുക്കത് പരിഹരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. നിങ്ങളെ ഏതെങ്കിലും എനർജി ബ്ലോക്കുകൾ ഹീൽ ചെയ്യാതുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണത്തിന്റെ മൂഡിൽ തന്നെ ആയിരിക്കുക. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാവരും ഓണായിരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക. അതിനൊക്കെ ഞാൻ മറുപടി. ഒരു പ്രാക്ടീസ് മുടക്കരുത്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ടാസ്കുകൾ തന്നുകൊണ്ടിരിക്കും. ആ ടാസ്കുകൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിരന്തരം 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 ഈ ചോറ് കഴിച്ച് മടുപ്പില്ലാത്തത് പോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളും ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. Thank you, sir. ക്ലാസ്സുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ക്ലാസ്സുകളിലേക്ക് വരിക. മെഡിറ്റേഷൻ കോഴ്സിലേക്ക് വരേണ്ടവർ അങ്ങനെ വരിക കേട്ടോ. ഓക്കെ ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ.